പിന്നെ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ജേഴ്സി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 24-25 സീസണിലെ ജേഴ്സി ക്ലിയറൻസ് സെയിൽ നടത്തുന്നുണ്ട് ജേഴ്സി സ്റ്റോർ എന്ന് പറയുന്ന ഒരു ടീം. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ 24-25 സീസണിലെ ജേഴ്സി ഈ ഓഗസ്റ്റ് 10 മുതൽ 15 വരെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ക്ലിയറൻസ് സെയിലാണ്, വിറ്റ് ഒഴിവാക്കാണ്. അതുപോലെ 25-26 സീസണിലെ ജേഴ്സി അവർ അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ടിലും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയി ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞു മറക്കണ്ട, 24-25 സീസണിലെ ക്ലിയറൻസ് സെയിൽ, 25-26 സീസണിലെ ജേഴ്സി ഡിസ്കൗണ്ട് സെയിൽ. ഓക്കെ, 10 to 15 ഓഗസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു മല്ലു ക്യൂളർ. ഡിസ്കസ് ചെയ്യാനുള്ളത് ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ചാണ്. ഇനീഗോ മാർട്ടിനസ് ബാർസലോണ വിട്ടിട്ട് ഫ്രീ ഏജൻ്റ് ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കളിക്കുന്ന അൽ നാസറിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്നൊരു വാർത്തയായിപ്പോയി. കേട്ട മുതൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. അല്ലെങ്കിലേ ഇന്നലത്തെ ദിവസം കണക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാർത്തയും കൂടി ഇന്നലെ രാത്രി അങ്ങോട്ട് വരുന്നത്. തൃപ്തിയായി, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ഈ ഒരു ട്രാൻസ്ഫർ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ബാഴ്സ ഇന്നലെ രാവിലെ വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനിഗോ മാർട്ടിനസ് ട്രെയിൻ ചെയ്യുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേനും ആൾ അൽ നാസറിൽ എത്തുന്നു, ഹിയർ വി ഗോയും വരുന്നു. ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. വലിയ നഷ്ടമാണ് ഇത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം, സംശയമില്ലാത്ത കാര്യമാണ്. സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാൻസി ഫ്ലിക്ക് അപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ബ്ലോ ആണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ബാഴ്സൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കീ സ്ട്രാറ്റജി ആയിരുന്നു അവരുടെ ഓഫ് സൈഡ് ട്രാപ്പ്. ആ ഓഫ് സൈഡ് ട്രാപ്പിൽ അവിടെ കുബാർസി ഉണ്ടെങ്കിൽ പോലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇനീഗോ മാർട്ടിനസ് ആയിരുന്നു അതിൽ ഏറ്റവും കീ ആയിട്ടുണ്ടായിരുന്ന മനുഷ്യൻ. അപ്പോൾ ആ ഓഫ് സൈഡ് ട്രാപ്പിൽ മാത്രമല്ല, ആളുടെ ലീഡർഷിപ്പ്, ആളുടെ കമാൻഡിങ്, അതൊക്കെ ഗ്രൗണ്ടിൽ നമ്മുടെ വിജയങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്റ്റാണ്. അത് നിൽക്കട്ടെ അവിടെ. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മാൻ ടാക്കിൾസ് കഴിഞ്ഞ ലീഗിൻ്റെ അവസാന സമയങ്ങളിൽ ആൾ 2 ലാസ്റ്റ് മാൻ ടാക്കിൾസ് ലാസ്റ്റ് മിനിറ്റുകൾ വെച്ച് നടത്തിയിട്ടുണ്ട്. ഒന്ന് സോസിഡാഡിനെതിരാണ്, ഒന്ന് വേറെ ആർക്കെതിരാന്ന് എനിക്ക് ഓർമ്മയില്ല. ആ 2 ടാക്കിൾസാണ് ബാഴ്സക്ക് കഴിഞ്ഞ വർഷം ലീഗ് വിജയിപ്പിച്ചു കൊടുത്തതെന്ന് ഞാൻ പറയും. കാരണം അത്രയും ക്രൂഷ്യലായിട്ടുള്ള ടാക്കിൾസ് ആയിരുന്നു ആ 2ഉം ഇനിഗോ മാർട്ടിനസ് നടത്തിയത്. ആള് ചെറിയ ഗ്യാപ്പിൽ ടീമിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റും ആളുടെ കോൺട്രിബ്യൂഷനൊന്നും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല. ആ കോൺട്രിബ്യൂഷൻ എത്രത്തോളം വലുതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2023 വന്ന് 25 പോകുന്ന ഈ പ്ലെയർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പടി ഇറങ്ങുമ്പോൾ ബാഴ്സ ഫാൻസിൻ്റെ മനസ്സിലെ വിങ്ങൽ നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഈ ഒരു പ്ലെയർ ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആള് നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. 2023 വരുന്നു, ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് വരുന്നത്. കുറേ കാലം ഇഞ്ചുറിയൊക്കെ ആയിട്ട് സൈഡിലിരുന്നു. പിന്നീട് ഇടയ്ക്ക് അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് കളിച്ചു. പിന്നീട് ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവസരം കിട്ടുന്നത് നമ്മുടെ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിലാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ടീമിലെ ബെസ്റ്റ് ഡിഫൻഡറായിട്ട് ആൾ മാറുകയാണ്. യൂറോപ്പിലെ എല്ലാവരും ആളെ ശ്രദ്ധിക്കുകയാണ്. ഈ 30-32 വയസ്സ് വരെ ഒരു റെക്കഗ്നീഷൻ കിട്ടാതിരുന്ന പ്ലെയർ, വലിയ റെക്കഗ്നീഷൻ കിട്ടാതിരുന്ന ഒരു പ്ലെയർക്ക് അത് 32-ാം വയസ്സിൽ 33-ാം വയസ്സിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ കളിക്കുമ്പോൾ കിട്ടിയ റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ റെക്കഗ്നീഷനാണ്. ആള് ടീമിന് വേണ്ടിയിട്ട് എന്താ പറയുക, ചോര ചിന്തി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അങ്ങനത്തെ മെൻറ്റാലിറ്റി, അങ്ങനത്തെ പാഷൻ ഉള്ളൊരു പ്ലെയറാണ്. ആള് ടീം വിട്ടു പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ഇത് ഓക്കെ, നമ്മളിപ്പോൾ ഒരാഴ്ച മുമ്പ് ന്യൂസ് കേൾക്കണം ആൾ ചിലപ്പോൾ ടീം വിട്ടേക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അൽ നാസർ ടോക്സ് നടത്തുന്നു. അവസാനം ഒരു ഹിയർവിക വന്നെങ്കിൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും. ഇയാൾ പോവും, ചിലപ്പോൾ പോയേക്കാം, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് ഒറ്റയടിക്ക് ന്യൂസ് വരികയാണ് ആൾ നേരെ അൽ നാസറിലെത്തിയെന്ന്. അത് ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. എല്ലാ ബാഴ്സ ഫാൻസിൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. പിന്നെ ആളുടെ കോൺട്രാക്റ്റിലൊരു ക്ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഫ്രീ ഏജൻ്റ് ആയിട്ട് ബാഴ്സ വിട്ടിട്ട് ആ ടീമിൽ ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ക്ലോസ് ആണ് ഇപ്പോൾ ട്രിഗർ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആരാണ്ട് ഈ ക്ലോസ് ഒക്കെ എഴുതി വിട്ട വല്ല കാര്യമുണ്ടോ? ആ പ്ലെയർ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഓരോരോ തരത്തിലുള്ള ക്ലോസുകളെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓഫർ വന്നു പ്ലെയറിന്. അപ്പം നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റണമായിരുന്നു, നമുക്ക് ബാഴ്സക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണമായിരുന്നു. അതിന് നമുക്ക് കഴിഞ്ഞില്ല. ഇത്രയും തോലിഞ്ഞൊരു സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെയിനിൽ വേറെ ഏത് ക്ലബിനാണുള്ളത്? വേറൊരു ക്ലബിനുമില്ല. കൺവിൻസ് ചെയ്യാനും പറ്റൂല, സൈൻ ചെയ്ത് കൊണ്ടുവരാനും പറ്റൂല, നെഗോസിയേഷൻ നടത്തിയിട്ട് മര്യാദക്ക് വിൽക്കാനും പറ്റില്ല, ഒന്നിനും കഴിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
നമ്മൾ കൺവിൻസ് ചെയ്ത് നിർത്തണമായിരുന്നു. മനസ്സിലായി, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, പ്ലെയറിന്റെ റിവാർഡും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചായിരിക്കും. പക്ഷെ ആളെ നമ്മൾ കൺവിൻസ് ചെയ്യണമായിരുന്നു. നമുക്കാണ് ആളെ ആവശ്യം. നമ്മൾ ടീമിന്റെ ബാക്കിയുള്ള സെൻട്രൽ ബാക്കുകൾ നോക്കിയിട്ട് കുബാർസിനെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ കുബാർസിന്റെ കൂടെ ആര് പാർട്ട്ണർ? ക്രിസ്ത്യൻസൻ നിരന്തരം ഇഞ്ചുറിയാണ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ പോലെയാണ്. അറാഹോ ഓഫ് സൈഡ് ട്രാപ്പ് കിടന്നിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ റീൽസിലൊക്കെ? പിന്നെ ആരാ? പിന്നെ ജെറാർഡ് മാർട്ടിനൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. തമ്പുരാൻ അറിയാം. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത് ഒന്ന് ആ ഒരു പ്രോപ്പർ മെൻറ്റാലിറ്റി കാഴ്ചവെക്കുക, പ്രോപ്പറായിട്ട് ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ നിന്ന് ബോൾ പ്ലേയിങ് നടത്താം. ഇതൊന്നും മര്യാദക്ക് അറാഹോക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ തെറ്റാണെന്ന് അറാഹോ പ്രൂവ് ചെയ്യട്ടെ. പിന്നെ ക്രിസ്ത്യൻസൺ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ക്രിസ്ത്യൻസൺ ഗ്രൗണ്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഇഞ്ചുറി പ്രശ്നം നിരന്തരം വരുന്ന പ്ലെയറാണ്. പിന്നെ ആര് വരും? കോസ്പോനാണെങ്കിൽ നമ്മൾ വിൽക്കുകയും ചെയ്തു കഷ്ടകാലത്തിന്. സോ സെൻട്രൽ ബാക്കിൽ ഒരു ക്രൈസിസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ റൈറ്റ് ബാക്കിൽ നിന്ന് സെൻട്രൽ ബാക്കിലേക്ക് ചിലപ്പോൾ കൂണ്ടേനെ വലിക്കേണ്ടി വരും. അപ്പോൾ റൈറ്റ് ബാക്ക് ആര് കളിക്കും? അതും വലിയൊരു ചോദ്യമായിട്ട് മാറും. സോ ഒരു ക്രൈസിസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഇഞ്ചുറിയും കൂടെ വന്നു കഴിഞ്ഞാൽ മക്കളെ ചില്ലറ ക്രൈസിസ് ഒന്നുമല്ല, മെഗാ ക്രൈസിസ് ആണ് ബാഴ്സന്റെ സ്കോറിൽ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആള് ക്ലബ്ബ് വിട്ട് പോയതോടെ 14 മില്യൺ എങ്ങാനും സാലറി ഒഴിവായി എന്ന് കേൾക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്കൊരു 60% മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്, 1:1 റൂളിലേക്ക് എത്താതിരിക്കാൻ കാരണം. ഇന്ന് 1:1 എത്തും, നാളെ 1:1 എത്തും, ഒരു മാസം മുന്നേ 1:1 എത്തുന്ന ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തുന്നില്ല. എന്നെത്തും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, നമുക്ക് മറക്കാൻ വേണ്ടി പറ്റൂല ഇനിഗോ മാർട്ടിനസിനെ. താങ്ക് യു ഫോർ യുവർ കോൺട്രിബ്യൂഷൻസ്. ഷോർട്ട് ടേമിൽ ആൾ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ് അടിപൊളി ഇമ്പാക്റ്റാണ്. കഴിഞ്ഞൊരു സീസണിൽ നമ്മൾ കോപ്പ ഡെൽ റേ അടിക്കുന്നതിൽ, ലാലിഗ അടിക്കുന്നതിൽ, അതേപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കോപ്പ അടിക്കുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു എന്താ പറയുക, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മാച്ചിൽ ആ ഒരു കംബാക്കിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള മനുഷ്യനാണ്. ടോപ്പ് മെൻറ്റാലിറ്റി ഉള്ള പ്ലെയറാണ്, ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അതാണ് നമുക്ക് ഇനിഗോ മാർട്ടിനസിനോട് പറയാനുള്ളത്. ഇനിഗോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം സൗദി പോവുക, നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം, എന്നിട്ട് കരിയർ അവസാനിപ്പിക്കാം. ആളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. നമുക്കാണ് ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടും മാറാൻ വേണ്ടി പോകുന്നത്. എനിവേ കാത്തിരുന്ന് കാണാം ബാഴ്സ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. കുബാർസി ഇനിയിപ്പം ഇനീഗോ ഇല്ലാതെ എത്രത്തോളം സഫർ ചെയ്യുന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മൾ ഇനി എന്ത് ചെയ്യും കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.